ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. നല്ല വാഴയ്ക്കായുണ്ട്. ഈ വാഴയ്ക്ക വെച്ച് നമുക്കൊരു ബജ്ജി ഉണ്ടാക്കാം, വാഴയ്ക്ക ബജ്ജി. അതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വരും വീഡിയോയിലേക്ക് പോകാം. വാഴയ്ക്ക ഞാനിവിടെ കഴുകിയിട്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴുകരുത്, കഴുകിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ സൈഡിലൊക്കെ തൊലിയൊക്കെ ഇങ്ങനെ കാണും. ആ തൊലി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നല്ല സ്ലൈസായിട്ട് ഒരു വാഴയ്ക്ക ഞാൻ രണ്ടാക്കിയിട്ട് നെടുക നീളത്തിൽ കുറുകെ കട്ട് ചെയ്തിട്ട് അത് സ്ലൈസാക്കി എടുത്തതാണ്. നമുക്കിതിനി എങ്ങനെയാണ് ബജ്ജി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും, അതിന് വേണ്ടിയാണ്. അത് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ സ്പൂണിന് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി എരിവ് വേണ്ടായിരുന്നു. അടുത്ത് നമുക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് പെരുങ്കായം പൊടിയാണ്, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ഇച്ചിരി കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സോഡാപ്പൊടി വേണമെന്നവർക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. ഇത് ഡ്രൈ ആയിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ബാറ്റർ ആക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഒരു സൈഡ് മൂത്ത് ഞാനിപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ വാഴയ്ക്ക ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനത്ര എരിവില്ലല്ലോ, അത് കാരണം നല്ല ബഫെന്ന് വന്നിട്ടുണ്ട്. നമ്മളൊരിച്ചിരി കടയിലൊക്കെ ആണെങ്കിൽ അവർ അരിപ്പൊടി ഇടത്തില്ല, നമ്മൾ ഇച്ചിരി അരിപ്പൊടി ഇട്ടാൽ ഒരു ശകലം ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് പിന്നെ എണ്ണ എത്ര നമ്മുടെ ബജ്ജി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്ക ബജ്ജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നുന്നതിലും നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതൊക്കെ. പിന്നെ ഇച്ചിരി ബാറ്റർ അധികം വന്നായിരുന്നു, ശകലം ബാറ്റർ. അപ്പം ഞാനത് ഒരു ഉരുളക്കിഴങ്ങെടുത്ത് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ് ബജ്ജി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്നും ഒത്തിരി കുടിച്ചിട്ടൊന്നുമില്ല, എണ്ണ കുടിക്കത്തില്ല. നമ്മൾ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കത്തില്ല. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.